KSRTC കയറാത്ത ഒരു മലയാളി പോലും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. മരപ്പലക പോലത്തെ സീറ്റും റോഡിലെ എല്ലാ കുഴികളും നമ്മൾ അറിയിക്കുന്ന സസ്പെൻഷൻ ഉണ്ടായിട്ടും KSRTC നമ്മൾ കൈവിട്ടില്ല. കാരണം ഏതൊരു ഒറ്റപ്പെട്ട സ്ഥലത്തു നിന്നും നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഒരു KSRTC വരും എന്ന് നമുക്കറിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം 1304 കോടി രൂപ നഷ്ടവും 3500 കോടിയോളം രൂപ കടവുമുള്ള ഒരു പ്രസ്ഥാനമായി KSRTC മാറി. ഓരോ ദിവസവും 4 കോടിയോളം രൂപ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇഷ്ടം പോലെ റൂട്ട്, ജനങ്ങൾക്കുള്ള വിശ്വാസം, സർവീസിനുള്ള ഡിമാൻഡ്, അങ്ങനെ സക്സസ് ആവാനുള്ള എല്ലാ എലമെന്റ്സും KSRTCക്ക് ഉണ്ടായിരുന്നു. എന്നാൽ മോശം മാനേജ്മെന്റ് കൊണ്ടോ ഈ റിസോഴ്സുകളൊന്നും പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ KSRTC ഈ കോലത്തിലായി. ഇന്ന് നമ്മളൊരു KSRTC സ്റ്റാൻഡിൽ കയറുമ്പോൾ ഓടാൻ റെഡിയായി നിൽക്കുന്ന ബസ്സുകളെക്കാൾ അധികം പൊടി പിടിച്ച് മൊട്ട ടയറുകളൊക്കെ ആയിട്ട് കട്ടപ്പുറത്ത് എടുക്കുന്ന KSRTCകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത, നമ്മൾ ഒരിക്കലും അർഹിക്കാത്ത ഒരു ചിത്രം. 1968 ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ എന്ന വിശേഷണത്തോടെയാണ് എറണാകുളം ഡിപ്പോ വന്നത്. എന്നാൽ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോശം ഒരു ഡിപ്പോയായി അത് മാറി. ഒരു മഴ പെയ്താ പിന്നെ നോക്കണ്ട. അതുപോലെ കൊല്ലം ഡിപ്പോ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഡിപ്പോ, അത് എന്ന് പൊളിഞ്ഞു വീഴും എന്ന അവസ്ഥയിൽ നിൽക്കുന്നു. പിന്നെ തൃശ്ശൂരിനെ പറ്റി പറയുകയാണെങ്കിൽ അതെനിക്ക് കുറച്ച് പേഴ്സണലാണ്. കഴിഞ്ഞ മാസം ഒരു ബസ് കയറാനായിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻട്രൻസിന്റെ അവിടെ നിറച്ച് വെള്ളമാണ്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു തിരക്കില് ഞാൻ പെട്ടെന്ന് ഓടി അവിടുത്തെ ഒരു കുഴിയിൽ വീണു. ഇനി ബസ്സുകളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഫിറ്റ്നസ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാതെ കിടക്കുന്ന 178 ബസ്സുകൾ, നിയമപരമായി നിരത്തിൽ ഓടാനുള്ള പഴക്കം കഴിഞ്ഞെങ്കിലും ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്ന 1000ഓളം ബസ്സുകൾ, 2016 2025 ഇടയിൽ 2202 ബസ്സുകളോളം ലേലം ചെയ്തു. നമുക്കൊക്കെ അഭിമാനമാവേണ്ട ഒരു സർവീസ് ഓരോ ദിവസവും നമുക്ക് അപമാനമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ KSRTC. പ്രൈവറ്റ് ബസ് സർവീസുകൾ മലയാളികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ 1930കളില് ട്രാവൻകൂർ ഗവൺമെന്റ് ലണ്ടനിൽ നിന്നുള്ള EG സോൾട്ടർ എന്ന സായിപ്പിനെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. അന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ട്രാൻസ്പോർട്ട് സർവീസുകൾ ഉള്ളത് ലണ്ടനിലാണ്. അവിടെ ബസ്സുകൾ ഒരുക്കിയിരുന്ന ആളായിരുന്നു EG സോൾട്ടർ. തങ്ങളുടെ നാടിന് ഒരു ലോകോത്തര നിലവാരത്തിലുള്ള ഒരു പബ്ലിക് ബസ് സർവീസ് വേണം. അതായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം. അങ്ങനെ സോൾട്ടർ ഇംഗ്ലണ്ടിൽ നിന്നും 60 കോമർ ഷാസി ഇമ്പോർട്ട് ചെയ്തു, പെർക്കിൻസ് ഡീസൽ എഞ്ചിൻ ഫിറ്റ് ചെയ്തു, ഈട്ടിയും തേക്കും ഉപയോഗിച്ച് ബോഡി നിർമ്മിച്ചു. ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ബസ് സർവീസ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. ബസിന്റെ നിർമ്മാണം മാത്രമല്ല, അന്ന് പ്രൈവറ്റ് റൂട്ടുകൾ നാഷണലൈസ് ചെയ്യപ്പെട്ടപ്പോ തൊഴിൽ നഷ്ടപ്പെട്ട ഒരുപാട് പേരെ ഹയർ ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് ഒരു നല്ല ടീമിനെയും സൃഷ്ടിച്ചു. വെറുതെ ഒരു ബസ് സർവീസ് വേണം എന്നതിലുപരി ലോകോത്തര നിലവാരത്തിലുള്ള മികച്ച ട്രെയിനിങ് കിട്ടിയ തൊഴിലാളികളെ വെച്ചുള്ള ഒരു ബസ് സർവീസ് എന്ന ഒരു ദൗത്യം അങ്ങനെ അദ്ദേഹം നിറവേറ്റി. പതിറ്റാണ്ടുകൾ കടന്നുപോയി. നമ്മുടെ ആനവണ്ടി കേരള ട്രാൻസ്പോർട്ടിന്റെ തന്നെ നട്ടല്ലായി മാറാൻ തുടങ്ങി. എന്നാൽ എവിടെയൊക്കെയോ വെച്ച് ആ ഒരു വിഷൻ നഷ്ടപ്പെടാൻ തുടങ്ങി. ഇൻവെസ്റ്റ്മെന്റുകൾ കുറഞ്ഞു, ഇന്നോവേഷൻസ് സംഭവിക്കാതെയായി. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ നഷ്ടങ്ങൾ കുമിഞ്ഞുകൂടിയ, ആരാലും രക്ഷിക്കാൻ സാധിക്കാത്ത കുറെ പഴയ വണ്ടികൾ മാത്രമായി KSRTC മാറാൻ തുടങ്ങി. 2001 ഗതാഗത മന്ത്രിയായി KV ഗണേഷ് കുമാർ ചുമതലയേറ്റു. മറ്റുള്ള മന്ത്രിമാരെ പോലെ KSRTCയെ വെറും ഒരു ബസ് സർവീസായി കാണാതെ അതിനെ ലാഭകരമാക്കാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. KSRTC രക്ഷപ്പെടണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കണം എന്ന് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വോൾവോ സർവീസ് 2002 അദ്ദേഹം ആരംഭിച്ചു. ബാഹുബലി, എന്തിരൻ തുടങ്ങിയ സിനിമകളിലൊക്കെ ആർട്ട് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുള്ള സാബുസിറിലാണ് അന്ന് ആ വോൾവോ ബസ്സുകളുടെ ബോഡിയിലെ ഗ്രാഫിക്സ് ഒക്കെ ഡിസൈൻ ചെയ്തത്. നമ്മൾ ഈ യൂറോപ്പിലൊക്കെ കാണുന്ന പോലത്തെ കാണാൻ നല്ല ഭംഗിയുള്ള, യാത്രാസുഖമുള്ള, എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള കുറെ ബസ്സുകൾ, സാധാരണക്കാർക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലക്ഷറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ അന്ന് KSRTCക്കായി. ജനങ്ങൾ ഈ മാറ്റത്തെ 2 കൈ നീട്ടി സ്വീകരിച്ചു. യാത്രക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. KSRTC തിരിച്ചു വരുന്നു എന്നെല്ലാവരും വിശ്വസിക്കാൻ ആരംഭിച്ചു. എന്നാൽ ഈ മാറ്റങ്ങൾക്കൊന്നും അധികം ആയുസുണ്ടായിരുന്നില്ല. KV ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറിയതിനു ശേഷം വന്ന മന്ത്രിമാർക്കൊന്നും ഈ മാറ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച ആ വോൾവോ ബസ്സുകൾ പോലും പ്രോപ്പർ മെയിന്റനൻസ് കിട്ടാതെ കട്ടപ്പുറത്തായി. ആ അവശേഷിപ്പുകൾ ഇന്നും നമുക്ക് ഡിപ്പോകളിൽ പോയാൽ കാണാൻ സാധിക്കും. വർഷങ്ങളോളം ഈ ഗതി തന്നെ തുടർന്നു. നഷ്ടം മൂലം പല റൂട്ടിലുള്ള സർവീസുകളും നിർത്തലാവാൻ തുടങ്ങി. ഇതിനെതിരെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി.
KSRTCയെ എങ്ങനെ ലാഭത്തിലാക്കണം എന്നതിനെ പറ്റി പഠിക്കാൻ കേരള ഗവൺമെന്റ് നിർബന്ധിതരായി. അതിനായി 2017 IIM കൽക്കട്ടയിലെ പ്രൊഫസറായ സുശീൽ ഖന്നയെ ഗവൺമെന്റ് പരമേൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2016 KSRTCയിൽ 4600 ബസ് ഓപ്പറേറ്റ് ചെയ്യാൻ 42,000-ഓളം ജീവനക്കാരുണ്ടായിരുന്നു. അതിൽ 36,000 പേര് പെർമനന്റ് ആയിരുന്നു. എന്നുവെച്ചാൽ ബസ് ഒന്നിന് 9.65 തൊഴിലാളികൾ വീതം. ദേശീയ ശരാശരിയായ 5.2 വളരെയധികം. KSRTC അന്ന് ഓവർ സ്റ്റാഫ്ഡ് ആയിരുന്നു. 6,000 സ്റ്റാഫിനെയെങ്കിലും കുറയ്ക്കാനായിരുന്നു അന്നത്തെ നിർദ്ദേശം. എന്നാൽ അതിലുപരി വളരെ സ്ട്രാറ്റജിക് ആയി ചിന്തിക്കുന്ന ഒരു പ്രൊഫഷണൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ KSRTCക്ക് ആവശ്യമായിരുന്നു. കണ്ടിന്യൂറ്റി പലപ്പോഴും നശിപ്പിക്കുന്ന MD മാറ്റം നിർത്തലാക്കണം. ഡിപ്പോകളിൽ വെറുതെ കിടക്കുന്ന ബസ്സുകൾ നന്നാക്കി നിരത്തിലിറക്കണം. റിപ്പയറിംഗ് ഒക്കെ അന്നന്ന് തീരുന്ന തരത്തിൽ വർക്ക്ഷോപ്പുകൾ നവീകരിക്കണം. ഇന്ധന ചിലവുകൾ കുറയ്ക്കാൻ KSRTC കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളെ ഇൻക്ലൂഡ് ചെയ്യണം. ശാസ്ത്രീയമായി റൂട്ടുകൾ തീരുമാനിക്കണം. കൃത്യമായ ടാർഗറ്റുകൾ വെക്കണം. എന്നാൽ ഇതിലൊരു കാര്യം മാത്രം നടപ്പിലാക്കി. ജീവനക്കാരുടെ എണ്ണം കുറച്ചു. 2025 ആയപ്പോഴേക്കും ജീവനക്കാരുടെ എണ്ണം 27,700 എത്തി. ഓരോ ബസ്സിനുള്ള ജീവനക്കാരുടെ ശരാശരി എണ്ണം 4.81 താഴ്ന്നു. എന്നാൽ ഇതിൽ വലിയൊരു പ്രശ്നം സംഭവിച്ചു. റിട്ടയർഡ് ആയ തൊഴിലാളികൾക്ക് പകരം ഒരുപാട് ദിവസവേതനക്കാരെ നിയമിച്ചു. ജോലി സ്ഥിരതയില്ലാത്ത, ആനുകൂല്യങ്ങളില്ലാത്ത, ജോലി സുരക്ഷയില്ലാത്ത, ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷ കിട്ടേണ്ടി വന്ന ഒരു കൂട്ടം. പലരും നിർത്തിപ്പോയി. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനം നമ്മുടെ കൂടിയില്ല എന്ന് ഏതെങ്കിലും പോയിന്റ് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനോട് പിന്നെ നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. ഈ ഒരു കാര്യം നടപ്പിലാക്കിയെങ്കിലും ബാക്കിയുള്ള നിർദ്ദേശങ്ങളെ സൗകര്യപൂർവ്വം മറന്നു. രോഗമറിയാം, അതിന് മരുന്നുണ്ട്, എന്നാൽ അത് കഴിക്കില്ല. അതായിരുന്നു KSRTCയുടെ അവസ്ഥ. ഈ നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കാതെ ഒരു പുതിയ ആശയം KSRTC നടപ്പിലാക്കി. പാരമ്പര്യമായി കടബാധ്യതകളൊന്നുമില്ലാതെ 2021 നവംബർ 9 ലീഗലി ഇൻഡിപെൻഡന്റ് ആയ ഒരു സബ്സിഡിയറി 10 വർഷത്തിന് ശേഷം KSRTC എന്ന മദർ ബ്രാൻഡിലേക്ക് ലയിച്ചു ചേരുന്ന തരത്തിൽ KSRTC സ്വിഫ്റ്റിന് രൂപം കൊടുത്തു. യൂണിയൻ ഇതിനെ വളരെ രൂക്ഷമായി നേരിട്ടു. പൊതുഗതാഗതത്തോടുള്ള വഞ്ചന, ഗവൺമെന്റിന്റെ മുഖംമൂടി അണിഞ്ഞ സ്വകാര്യവൽക്കരണം എന്നൊക്കെ ഇതിനെ മുദ്രകുത്തി. കുറെ നിയമ തടസ്സങ്ങൾ വന്നു. എന്നാലും ഗവൺമെന്റ് മുന്നോട്ട് തന്നെ പോയി. പ്രതീക്ഷിച്ച റിസൾട്ട് സ്വിഫ്റ്റ് തന്നു. 22-23 സാമ്പത്തിക വർഷം 44 കോടി റവന്യൂ, 23-24 സാമ്പത്തിക വർഷം 98 കോടി റവന്യൂ, 120% വളർച്ച. 23-24 ലാഭം 1 കോടി. ഇന്ന് വോൾവോ സ്ലീപ്പറായ ഗജരാജ, വോൾവോ സീറ്റർ ഗരുഡ, ഇലക്ട്രിക് ബസ്സുകൾ തുടങ്ങി 423 ബസ്സുകൾ സ്വിഫ്റ്റിനുണ്ട്. സ്വിഫ്റ്റ് ഒരു സക്സസ്ഫുൾ മോഡലാണെന്ന് പ്രൂവ് ചെയ്തു കഴിഞ്ഞു. എന്നാൽ സ്വിഫ്റ്റ് ഉയർത്തുന്ന വലിയൊരു ചോദ്യമുണ്ട്. സ്വിഫ്റ്റിന് ലാഭകരമാകാമെങ്കിൽ എന്തുകൊണ്ട് ഇത്രയധികം സർവീസുകളുള്ള KSRTCക്ക് ആയിക്കൂടാ? 2031 10 വർഷത്തിന് ശേഷം സ്വിഫ്റ്റ് ഈ പാരന്റ് ബ്രാൻഡിൽ ലയിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഒരു പ്രൊഫഷണൽ സമീപനം അന്ന് നമുക്ക് കാണാൻ സാധിക്കുമോ? അതോ അതിനുശേഷം സ്വിഫ്റ്റിനും ഇന്നത്തെ ഈ KSRTCയുടെ ഗതി തന്നെ വരുമോ?